കൈദി 2 ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ കൈദി 2 വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കുറച്ച് നാളായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴെങ്ങും ആ സിനിമ വരില്ല എന്നുള്ളൊരു ദുഃഖകരമായൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അല്ലു അർജുനോടൊപ്പം ലോകേഷ് കനകരാജ് കൈകോർത്ത് പുതിയ സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ AA23 എന്ന് പറയുന്ന ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൈദി 2 വേണ്ടി വീണ്ടും കാത്തിരിക്കണം. LCU വേണ്ടെന്ന് വെച്ചു എന്നൊക്കെയുള്ള റൂമറുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇപ്പം അല്ലു അർജുനോടൊപ്പം ചെയ്യാൻ പോകുന്ന സിനിമ വരെ സൂര്യയ്ക്ക് പറഞ്ഞു വെച്ച ഇരുമ്പ് കൈ മായാവി എന്ന് പറയുന്ന സിനിമയാണ് എന്ന് ഒരു റൂമറുകൾ വരുന്നുണ്ട്. സൂര്യ അത് വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ ഇങ്ങനെ കുറേ ന്യൂസുകൾ ഇങ്ങനെ എയറിലുണ്ട്. സോ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ള കാര്യം അറിയില്ല. ഇനി ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ലോകേഷ് കനകരാജ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. LCU ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ വരുമോ, കൈദി 2 വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ. സോ അനൗൺസ്മെൻറ്റ് വീഡിയോ കാണാം. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന സാധനം വരും. ആ ഹൈപ്പ് അമർത്തുക. ഹൈപ്പ് കൊടുക്കുന്നതോറും എൻ്റെ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കും. സോ അത് കൊടുക്കാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് അത് കാണാം. 3 ദിവസമായി ഇതിറങ്ങിയിട്ട്, ഔട്ട്ഡേറ്റഡായി. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാണുന്നത്. ലെറ്റ്സ് റിയാക്ട്. 52 സെക്കൻഡ് ഉണ്ട്. പാട്ട് വല്ലതുകൊണ്ട് കോപ്പറേറ്റ് കിട്ടൂ. Eagle, Anirudhan miss you. 23. Loki. Icon star. Iconic star. Allu Arjun. I said 23. Lokesh Kanagaraj Singham. LK07. Shoot starts in 2. എന്തോ ഏതോന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോൾ പൊങ്കലായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ കാണിച്ചത്, ഹാപ്പി സംക്രാന്തി അല്ലെങ്കിൽ പൊങ്കൽ എന്നോ അങ്ങനെ. അങ്ങനെ ഇനിയിപ്പോൾ റിലീസ് പൊങ്കലായിരിക്കും അല്ലെങ്കിൽ ദീപാവലിക്കായിരിക്കും എന്നുള്ള രീതിയിലാണ് എന്നെ കൊടുത്തത്. അങ്ങനെ ലോകേഷ് കനകരാജ് വീണ്ടും തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനി LCUവിൻ്റെ അത് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇനി അടുത്തൊരു ചോദ്യം. എന്താവും എന്നുള്ളത് കണ്ടറിയാം. അങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. LCU വല്ല കണക്ഷനും കൊള്ളി കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം സത്യം പറഞ്ഞാൽ LCU എല്ലാവർക്കും വെറുത്ത് തുടങ്ങി. കാരണം ഒരു ബോറടിച്ച് തുടങ്ങി. കാരണം അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ടൈംലി അത് പ്രൊഡ്യൂസ് ചെയ്യാത്തത്, ടൈംലി അത് തരാത്തത്, അതിൻ്റെ ഔട്ട് തരാത്തത് ഒക്കെ കൊണ്ടാണ് ഇത് ഔട്ട്ഡേറ്റഡായി പോകുന്നത്. കറക്റ്റ് സമയത്ത് ഓരോ സിനിമകളും റിലീസായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ കുറേ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് എൻഗേജ് ആയിട്ടിരുന്നേനെ. പക്ഷെ ഇത് 3-4 വർഷം കൂടുമ്പോൾ ഒരു സിനിമ ഇറങ്ങും. അതും പഴയ സിനിമയായിട്ടൊരു കണക്ഷൻ. ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ മറന്നുപോകും. ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ മറന്നുപോകും. കാരണം റീൽസിൻ്റെ കാലഘട്ടമാണ്. 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡിന് താഴെയുള്ളൊരു കണ്ടൻറ്റിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ. അതിൽ കൂടുതൽ സമയം പോയി കഴിഞ്ഞാൽ ആദ്യം എന്താ പറഞ്ഞതെന്നുള്ളത് മറന്നു പോകും. സോ പെട്ടെന്ന് സാധനം വന്നില്ലെങ്കിൽ മറവിയാണ് പ്രശ്നം. നിലപാടുകളൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കേട്ടില്ല. അതുകൊണ്ട് ഭയങ്കര മറവിയുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പെട്ടെന്ന് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ LCUവും ഒരു വിഷയമായി നിൽക്കും. അപ്പോൾ ഈ സിനിമ ഇനി LCUവിലാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും അനൗൺസ്മെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലോകേഷ് ആൻഡ് അല്ലു അർജുൻ ചേർന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. ഹൈപ്പ് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.